റബ്ബറിന് പ്ലാസ്റ്റിക് ഒട്ടിക്കാനായിട്ട് വെട്ടുപട്ടയിൽ നിന്ന് നമ്മൾ ഈ കാണിക്കുന്ന ഈ അകലത്തിൽ അതിൻ്റെ സർഫസ് ഒന്ന് ചിരണ്ടി വൃത്തിയാക്കുക. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതാണ് പശ. ഈ പശ എടുത്ത് നമ്മൾ ആ ചിരണ്ടി വൃത്തിയാക്കിയ ആ സ്ഥലത്ത് വെട്ടുപട്ടയുടെ ആ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു അരയടി മുന്നോട്ടും അവിടെ നിന്ന് നമ്മൾ അത് പശ തേച്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അത് തേച്ച് ഇതുപോലെ വൃത്തിയായിട്ട് തേക്കണം. തേച്ച് അതിൻ്റെ ബാക്കിൽ അരയടി പുറകിലോട്ടും കൂടെ വിടണം. വിട്ടിട്ട് അതിന് ശേഷമായിട്ട് പ്ലാസ്റ്റിക് ഒട്ടിക്കുകയാണ്. പ്ലാസ്റ്റിക് ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പിലാണ് ഞാൻ ഒട്ടിക്കുന്നത്, കാണിക്കാം. ഒന്ന് ഇത് ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ തയ്ക്കുന്നത് പോലെ ഇരിക്കും. മറ്റേത് ഞാനിത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് കുറച്ച് സ്പീഡ് കിട്ടും നമുക്ക് ചെയ്യാനായിട്ട്. മറ്റേത് ശകലം താമസം വരും. അത് നമ്മളിങ്ങനെ ഞൊറിഞ്ഞ് തയ്ച്ചതുപോലെ ഇരിക്കും. എന്നിട്ട് ആ ചിരട്ടയിൽ നിന്ന് കുറച്ച് അകലം വിട്ട് അതിൻ്റെ ആ ചിരട്ടയിലേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ വേണം നമ്മളത് കട്ട് ചെയ്യാൻ. ഇതുപോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഞൊറിഞ്ഞ് ഒട്ടിക്കുന്നത്. രണ്ടാമത്തെ ഞാൻ കാണിക്കാം. രണ്ടാമത്തെ ഇങ്ങനെയാണ്. അത് നമുക്ക് വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഇത് ഇതുപോലെയാണ്. ഓരോ ഞൊറിയായിട്ട് നമ്മളെടുത്ത് അവിടെ ഒട്ടിച്ച് വെക്കുക. ആ തമ്പ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. പശയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ മടക്കി വെക്കുന്നു. അതിതേ ആ അകലം കാണിക്കാമേ. അത്രയും അകലം വിട്ട് അതുപോലെ മടക്കി വെച്ചിട്ട് വീണ്ടും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചിരട്ടയുടെ അവിടെ നിന്ന് ഇത് മുമ്പോട്ട് വന്നിട്ടുണ്ടോ നമുക്കൊരു ഉറപ്പ് വരുത്തിയിട്ടേ കട്ട് ചെയ്യാവും. അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴൊക്കെ വെള്ളം വീഴും. ഇതുപോലെ ഇരിക്കും. നമ്മൾ ഇത്ര അകലം കണ്ടോ, ഇത് ഈ അകലം വിട്ട് ഇത്ര അകലത്തിൽ ഇത് മടക്കി ഇങ്ങനെ ഒട്ടിക്കുക. അടുത്ത് നമ്മൾ ബെൽറ്റ് അടിക്കുകയാണ്. അതിൻ്റെ പുറത്ത് ബെൽറ്റ് അടിക്കുകയാണ്. ഇതാദ്യം നമ്മൾ ഞൊറിഞ്ഞതിൻ്റെ പുറത്തുകൂടെയാണ് ആ ബെൽറ്റ് അടിക്കുന്നത്. നല്ലതായിട്ട് വലിച്ചു പിടിക്കണം. അവിടെ 3 പിന്നാണ് നമ്മൾ എൻഡ് പോയിന്റിൽ അടിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റിൽ 3 പിന്നാണ്. 3 പിൻ അടിച്ചിട്ട് നല്ലതായിട്ട് വലിച്ച് ആ റിബണ് വലിഞ്ഞ് പോകാത്ത രീതിയിൽ ബലം കൊടുത്ത് വലിക്കണം. എന്നിട്ട് ഒരു നിശ്ചിത അകലം വലിച്ചെടുക്കണം. നമ്മളിത് ഈ ഒരു മുൻകാനയുണ്ടല്ലോ, ആ മുൻകാനയുടെ കറക്റ്റ് അവിടെ ഒരു പിന്ന് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നീട് ലീക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതാണ്. അപ്പോൾ ആ മുൻകാനയിലും ആ പിൻകാനയിലും ആ കറക്റ്റ് ആ വരച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ പിന്ന് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഇതുപോലെ ഇത്രയും അകലം വിട്ട് കൊടുക്കണം. പിന്നെ ഈ പിന്ന് അടിക്കുമ്പോൾ പശയുടെ താഴെ ഒരിക്കലും വരരുത്. ഈ പശയുടെ അവിടെ നിൽക്കണം. പശയുടെ താഴെ പിന്നിൻ്റെ ആ പോയിൻ്റ് താഴത്തെ കാല് അവിടെ ഇറങ്ങിയാൽ നമുക്ക് പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങും, അതിനകത്ത് ലീക്ക് ഉണ്ടാകും. മഴ നിന്ന് പെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ചെറിയ ഡ്രോപ്സ് ആയിട്ട് വെള്ളം ഇറങ്ങി നല്ല ലീക്കാവും. ഇതുപോലെ ഇരിക്കും. പ്ലാസ്റ്റിക് ഉയർത്തി വെച്ചിരിക്കും, ഇതുപോലിരിക്കും. ഓക്കെ, രണ്ടാമത്തത് ഇതാണ്. നമ്മൾ ആ മടക്കി ഞൊറിഞ്ഞല്ലോ, അതിന് ബെൽറ്റ് അടിക്കുമ്പോൾ ഇതുപോലെ. ഇതും എൻഡിൽ 3 പിന്നും സ്റ്റാർട്ടിങ്ങിൽ 3 പിന്നുമാണ്. എന്നിട്ട് നമ്മൾ ഒന്നിട വിട്ടുള്ള ഞൊറിയിലാണ്. ഇവിടെ നമ്മൾ ഈ ആ വരച്ചിടത്ത് അവിടെ നിർബന്ധമായിട്ടും പിന്ന് കൊടുക്കണം. എന്നിട്ട് ഒന്നിട വിട്ടുള്ള ആ മടക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ പിന്ന് കൊടുക്കുക. പിന്നടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ വരയിൽ കൊടുക്കണം. പിന്നെ നമുക്ക് ആ പശയുടെ താഴെ പിന്നൊരിക്കലും വരരുത്. അത് അത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒട്ടിച്ച മരങ്ങളാണ്. ഏകദേശം ഈ സീസണിൽ 650 മരം ഒറ്റയ്ക്ക് ഒട്ടിച്ചു.